വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഫുഡ് ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യും വേണം, അത് സമയം ലാഭിക്കും വേണം. അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്താണല്ലേ, മാഞ്ഞാലി ബിരിയാണി. മാഞ്ഞാലി ബിരിയാണി വളരെ പേര് കേട്ടൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഉരുളിയിൽ ഉണ്ടാക്കാമെന്ന്. ഉരുളിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. വലിയ ഉരുളിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ദമ്മിട്ടിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മിക്ക ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും 5-ാം മാസത്തിൽ നെയ്യ് കുടിക്കുക എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അതിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കാണാം ഉരുളി ചട്ടമൊക്കെ നേരിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അത് കഴുകിയെടുത്ത് വൃത്തിയാക്കി മാഞ്ഞാലി ബിരിയാണി ഇതിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളൊരു 4 കിലോ അരിയാണ് ഇവിടെ ബിരിയാണി വെക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 4 കോഴി വാങ്ങിച്ചു. എന്നിട്ട് അതിൽ ഉപ്പും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുക്കുക, അത് ചൂടാക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആ മസാല തേച്ച് വെച്ച ആ പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ഇളക്കി, ആ പാത്രം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മസാലയ്ക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വേവിച്ചെടുക്കുക. അധികം ഉടഞ്ഞു പോവാതെ കുറച്ച് നേരം, അധികം വേവിക്കരുത് കേട്ടോ, കാരണം നമുക്ക് ഇനി ഇത് പൊരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികം വേവാതെ തന്നെ നമ്മൾ ചിക്കനെ നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നീക്കി വെച്ച് അതിലത്തെ ഗ്രേവി ഉണ്ടല്ലോ അതെടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഈ ചിക്കനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നെയ്യും ഞാൻ ചേർത്തിട്ടുണ്ട്. നെയ്യ് നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഈ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ചേർത്താലും മതി കേട്ടോ. അങ്ങനെ നമുക്ക് അത് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടൊക്കെ അത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതൊക്കെ ഫ്രൈ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഓയിലിലേക്ക് നമ്മൾക്ക് ഒരു 4 പിടി വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് സബോള 1 കിലോനാണെങ്കിൽ നമ്മൾ 3 സബോള ആണ് എടുക്കേണ്ടത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനിവിടെ അതനുസരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുക. നന്നായി കുഴഞ്ഞ് നല്ലൊരു സോഫ്റ്റായിന്ന് കാണുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നമുക്ക് അതൊന്നുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ആ സബോളേനൊക്കെ സൈഡിലേക്ക് നീക്കി വെച്ച് അവിടേക്ക് നമുക്ക് തക്കാളീനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ സബോളേനൊക്കെ തക്കാളിയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് കൊടുക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ സബോള ഇതൊന്നും അടിയിൽ പിടിക്കില്ല, എന്നാൽ തക്കാളി വേവും ചെയ്യും. നല്ലൊരു അടിപൊളി മെത്തേഡാണ് കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ 3 സബോളയ്ക്ക് 2 തക്കാളി എന്ന കണക്കിനാണ് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പച്ചമുളക് ഇനി ഓപ്ഷണലാണ്, അധികം മുളക് പൊടിയൊക്കെ ചേർക്കണ കാരണം ആവശ്യമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന പൊടികൾ അതെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ അളവുകൾ 1 കിലോയ്ക്ക് വേണ്ട അളവുകൾ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ എത്ര കിലോനാണോ വിൽക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ മസാല നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും ആഡ് ചെയ്യണം. അപ്പോൾ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രേവി മാറ്റി വെച്ചില്ലേ, അതായത് ചിക്കനിൽ നിന്ന് വന്ന ആ ഗ്രേവി, ചിക്കനിൽ നമ്മൾ വേവിച്ച ആ ഗ്രേവി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് നല്ല തിളച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അത് നമുക്ക് ഏറ്റവും അവസാന ഘട്ടത്തിൽ മസാലയിൽ അതും കൂടി ചേർക്കാം. ഈ സമയത്താണ് നമ്മൾ കുറച്ചും കൂടി നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നെയ്യ് ചേർത്ത കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമുക്ക് നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ മസാല ഇവിടെ സെറ്റായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ കഴുകിയിട്ട് ഒരു അരമണിക്കൂർ നേരം നമുക്ക് കുതിർത്ത് വെക്കാം. അപ്പോൾ എനിക്കാണെങ്കിലോ ആ ഒരു പ്രോസസ്സ് ഇവിടെ മിസ്സായി. അപ്പോൾ ഞാൻ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തത്. അപ്പോൾ കുതിർത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലെടുക്കാം. എന്നിട്ട് നമുക്ക് വറ്റിക്കാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നെയ്യും ആഡ് ചെയ്യാം കേട്ടോ.
സബോള ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഗരം മസാലയുടെ ഐറ്റംസൊക്കെ ചേർക്കാം. കുരുമുളക്, പട്ട, ഗ്രാമ്പു അങ്ങനെ ആയിട്ടുള്ള ഐറ്റംസൊക്കെ ചേർക്കാം. പെരിഞ്ജീരകമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ പെരിഞ്ജീരകം നന്നായിട്ട് ചേർക്കണം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാം, അല്ലെങ്കിൽ ചതച്ചിട്ട് ചേർക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളം നന്നായിട്ട് ഉപ്പും ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വരുന്ന സമയത്ത് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സിമ്മിലിട്ടിട്ട് അരി വേവിച്ചെടുക്കാം. ഇത് ഒരു കുറച്ച് കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ഒരു കളറ് ഈ റൈസിലേക്ക് പിടിക്കും. അതുപോലെ നമുക്ക് പൈനാപ്പിളും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിൽ കുറച്ച് വറുത്ത് സബോള ഇട്ടിട്ട് അതിൻ്റെ മീതെ ചോറിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് നമ്മൾ കഴിക്കുന്ന പാത്രത്തിലേക്ക് കൊട്ടുക. അപ്പോൾ ഞാൻ ഡിഫറെൻറ്റ് ഷേപ്സിൽ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ന്യൂജൂമിന് വേണ്ടിയിട്ട് ചെറിയൊരു പ്ലേറ്റും കൂടി